ചായ കുടിച്ച് കഴിഞ്ഞില്ലോടി? എന്താ പരിപാടി? ചില കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ഓസ്ട്രേലിയ വന്നിട്ട് ഇത്രയും മാസങ്ങളായി. ഇപ്പം ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ഇപ്പൊ UK നിന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരാൻ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് അല്ലെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? നമ്മള് UK ഇങ്ങോട്ട് വരാൻ നേരം സ്ട്രഗിൾ ചെയ്തത് 8 ദിവസത്തെ നമുക്ക് സ്ട്രഗിൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ നമ്മൾ കിട്ടുമോ ഇല്ലേന്ന് വിചാരിച്ചൊരു കാര്യമാണ് നമ്മുടെ ഖത്തർ PCC. അപ്പം UK ആണെങ്കിൽ എനിക്ക് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ചോദിച്ച ഒരാൾ തന്നെ പറഞ്ഞത് അവർ ഖത്തറിൽ നിന്ന് എടുത്തെന്നാ പറഞ്ഞത്. അപ്പം അതായിരുന്നു പലരും പല അഭിപ്രായങ്ങൾ. ചിലർ പറയുന്നു നമ്മൾ വൺസ് PCC എടുത്തോണ്ട് അതിന്റെ ആവശ്യമില്ല അങ്ങനെ പറയുന്നു. പിന്നെ ചിലർ പറയുന്നു കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ഒത്തിരി മെയിനായിട്ട് ആരും അഡ്വൈസ് തരാനില്ല. പിന്നെ നമ്മള് എങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ തന്നെ അവർക്കും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബാക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നമ്മുടെ ഖത്തർ PCC എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ നോക്കി. അപ്പം എനിക്ക് വന്നത് ഒരു എന്താ എൻ്റെ പേര് ഖത്തർ എംബസി ലണ്ടൻ. അപ്പോൾ ഖത്തർ എംബസി ലണ്ടന് കിട്ടി. ആ ഖത്തർ എംബസി ലണ്ടൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പം അത് കുറേ സർവീസസ് പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഹൗ ടു ഗെറ്റ് പോലീസ് ക്ലിയറൻസ് ഫ്രം UK ഖത്തർ PCC. അപ്പം അതിൽ നമ്മൾ പോകുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അതിലൊരെണ്ണം മെറ്റ് പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഫിംഗർ പ്രിൻ്റ് എടുക്കണം. പിന്നെ നമുക്ക് എന്തോ ഫോട്ടോസ് വേണം. പിന്നെ നമുക്കൊരു ചെക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട് ഇവരുടെ പേരിൽ. അതും പിന്നെ കുറച്ച് ഫോട്ടോസ്, ചെക്ക്, പിന്നെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു ലെറ്റർ, ഇതൊക്കെയായിരുന്നു നമുക്ക് വേണ്ടത്. അതെല്ലാം നമ്മൾ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഡയറക്റ്റ് പോയി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കോവിഡിന് ശേഷം അത് അടച്ചേക്കുമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവർ ഡയറക്റ്റ് ഒന്നും റിസീവ് ചെയ്തില്ല. അങ്ങനെ ഡയറക്റ്റ് പോണത് അങ്ങനെ ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആവശ്യമില്ല. അവര് നിങ്ങളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അവര് പറയും നിങ്ങള് ബൈ പോസ്റ്റിൽ മാത്രമേ അയക്കാൻ പറയത്തുള്ളൂ. അവരൊന്നും റിസീവ് ചെയ്യത്തില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കോവിഡിന്റെ പാൻഡമിക്കിന് ശേഷം അവരൊന്നും റിസീവ് ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ മെറ്റ് പോലീസിന്റെ ഇത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അത് നമ്മൾ എവിടെയോ അറ്റസ്റ്റ് ചെയ്യാനുണ്ട്. അറ്റസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആരോട് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. അത് കോമൺവെൽത്ത് എന്തോ ഒരു സംതിങ് ആണ്. അത് നമുക്ക് വീഡിയോയില് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ബാക്കി അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഞങ്ങള് എന്റെ വീഡിയോ എന്റെ ഷെയർ ചെയ്യുന്നുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ കൂടെ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഖത്തർ PCC എങ്ങനെ എടുക്കുന്നത് നോക്കാം. അതിന് ഗൂഗിളിൽ പോയിട്ട് ഖത്തർ എംബസി ലണ്ടൻ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എംബസി ഓഫ് ഖത്തർ UKയുടെ വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്കവിടെ സർവീസസ് കാണാം. ആ സർവീസസിൽ പോകുമ്പം പോലീസ് ക്ലിയറൻസ് ഫ്രം ഖത്തർ അതിന് എന്തൊക്കെ വേണം എന്നതിനകത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വേണ്ടത് ഫിംഗർ പ്രിൻറ്റ് ഡോക്യുമെൻറ്റ് ഫ്രം ദ മെറ്റ് പോലീസ്, പിന്നെ 4 പാസ്പോർട്ട് ഫോട്ടോസ്, എ കളർ ഫോട്ടോ കോപ്പി ഓഫ് യുവർ പിക്ചർ ID ഓഫ് യുവർ ഡോക്യുമെൻറ്റ്സ്, എ കളർ ഫോട്ടോ കോപ്പി ഓഫ് യുവർ റെസിഡൻറ്റ് പെർമിറ്റ് ഇൻ ദോഹ, പിന്നെ ഫീസ് ഓഫ് 80. ഇത് നമുക്ക് ബാങ്കിൽ പോയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ നമുക്കൊരു ചെക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി എംബസി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഖത്തറിൻ്റെ പേരിൽ. പിന്നെ പ്രിപ്പയർഡ് സെൽഫ് അഡ്രസ് എൻവലപ്പ്. ഈ എൻവലപ്പ് നമ്മുടെ തന്നെ അഡ്രസ്സ് എഴുതിയിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. കവർ ലെറ്റർ ഫ്രം യുവർ സെൽഫ് എക്സ്പ്ലൈനിങ് ദ റീസൺ ഫോർ റിക്വസ്റ്റിംഗ് ദ പോലീസ് ക്ലിയറൻസ്. ഇതിനകത്ത് നമ്മൾ തന്നെ ഒരു സെൽഫ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ലെറ്റർ, അതിനകത്ത് ഡേറ്റും പീരീഡ് ഓഫ് ടൈം ദാറ്റ് യു വർക്ക് ഇൻ ഖത്തർ, യുവർ കറണ്ട് അഡ്രസ് ആൻഡ് യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ എന്ത് റീസണിന് വേണ്ടിയിട്ടാണ് ഈ PCC അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഒരു ലെറ്റർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ ഓൾ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് ടു ദ എംബസി ലെജിസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ലണ്ടൻ. അത് നമുക്ക് നേരിട്ട് പോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. ഇറ്റ് മേ ടേക്സ് അറ്റ്ലീസ്റ്റ് 3 months ടു പ്രോസസ് ദിസ് സർട്ടിഫിക്കറ്റ്. പക്ഷേ ഞങ്ങൾ കൊടുത്തിട്ട് ഒരു 1 month ആയപ്പോൾ തന്നെ ഇത് റെഡിയായി. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഡോക്യുമെൻറ്റ് ഫ്രം ദ മെറ്റ് പോലീസ് അതെങ്ങനെ എടുക്കുന്നത് നോക്കാം. അതിന് ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ഓഫ് യുവർ ഫിംഗർ പ്രിൻറ്റ് കാണാം. മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ്. ആർ യു ലിവിങ് ഇൻ ദ UK? യെസ്. ഇത് നമ്മൾ കൊടുക്കുന്നത് ടു വർക്ക് ഫോർ എ കമ്പനി ദാറ്റ് ട്രേഡ്സ് ഓവർസീസ്
ഇത് നമ്മൾ പോകുമ്പോൾ ഇവർ അഡ്രസ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ അതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എ വാലിഡ് പാസ്പോർട്ട്, എ ഫുൾ ഫോട്ടോ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൂഫ് ഓഫ് അഡ്രസ്സ്, അത് നമ്മളുടെ യൂട്ടിലിറ്റി ബില്ലോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കൗൺസിൽ ടാക്സിൻ്റെ ബില്ലോ അതെന്തെങ്കിലും കൊണ്ടുപോകണം. ബട്ട് നോട്ട് ഫ്രം എ മൊബൈൽ ഫോൺ ബിൽ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് നമുക്ക് നമ്മുടെ മെയിലിലോട്ട് അയച്ചു തരും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരാൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ അടുത്ത ആ കൂടെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് 2 പേർക്ക് 2 അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആണെങ്കിൽ അവർ ഒരുമിച്ചൊന്നും ചെയ്തു തരത്തില്ല. 2 ദിവസം പിന്നെ പോകേണ്ടി വരും. പിന്നെ നമുക്ക് ഈ മെറ്റ് പോലീസിൻ്റെ ഈ ഫിംഗർ പ്രിൻ്റ് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവർ ഈ ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്തതിന് ശേഷം അവർ നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലോട്ട് അയച്ചു തരും. ആ വന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ടൊരു ഫീസൊക്കെ ഉണ്ട്, അത് അവരതിൽ തന്നെ പറയുന്നുണ്ട്, ആ ഇമെയിലൊക്കെ പറയും അത്. പിന്നെ ഇത് കിട്ടിയതിന് ശേഷം നമുക്കിത് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടതുണ്ട്. സർട്ടിഫൈഡ് ഫ്രം ദ ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഓഫീസ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ഓർ ദ ഫോറിൻ അഫയേഴ്സ് ഓഫീസ് ഇൻ അയർലൻഡ്. ഞാൻ ചെയ്തത് അത് ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഓഫീസ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം, ഇവിടെയാണ് ഞാനത് അയച്ചു കൊടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനും ഒരു എന്താ പറയുക, അതിനൊരു ഫീസുണ്ട്. 100 pounds ആണെന്ന് തോന്നി, ഞാൻ ഓർക്കുന്നില്ല. ഇത് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺസ് നമുക്ക് ആ ഫിംഗർ പ്രിൻറ്റ് അവർ വീട്ടിൽ അയച്ചു തരുമ്പോൾ നമ്മൾ സർട്ടിഫൈ ചെയ്യാനായിട്ട് അതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസ് ഓർ FCDO ഇവിടെയാണ് നമ്മൾ അയച്ചത് സർട്ടിഫൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെയിം പ്രോസസ്സ് ഗൂഗിളിൽ പോയിട്ട് ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഓഫീസ് ഇൻ ദ UK എന്ന് അടിച്ചു കൊടുക്കുമ്പം ആ സൈറ്റ് വരും, ഗവൺമെൻറ് ഓഫ് UKയുടെ. അതിൽ പോകുമ്പം FCDO ഡോക്യുമെൻറ്റ് ലെജിസ്ലേഷൻ ചൂസ് ചെയ്യണം. പിന്നെ അതിനകത്ത് അപ്ലൈ ഫോർ ലെജിസ്ലേഷൻ, സ്റ്റാർട്ട് നൗ. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് പേപ്പർ ബേസ്ഡും ഇലക്ട്രോണിക് അപ്പോസ്റ്റൽ സർവീസും ഉണ്ട്. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് പേപ്പർ ബേസ്ഡ് സർവീസ്. പിന്നെ കണ്ടിന്യൂ കൊടുക്കണം. ചെക്ക് ഇഫ് ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി ലീഗലൈസ്ഡ്. ചെക്ക് യുവർ ഡോക്യുമെൻറ്റ്സ്. അത് ഫുൾ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വി ക്യാൻ ലീഗലൈസ്. അത് നമ്മൾ താഴോട്ട് പോകുമ്പം ഫിംഗർ പ്രിൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മൾ നേരെ മേലെ വന്നിട്ട് അത് കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ കൊടുക്കുമ്പം അതിൽ വരുന്നുണ്ട് യുവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ പോലീസ് സൈൻഡ് ബൈ ആൻ ഒഫീഷ്യൽ ഓഫ് ദ പോലീസ് അതോറിറ്റി. Your original document issued by a private institution, a printout of your electronic fingerprints document produced from the original PDF or other electronic document. ഞാൻ യുവർ ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണ് ചൂസ് ചെയ്തത്. കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതിൽ നമ്മുടെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് നമുക്കൊരു അവരുടെ കൺഫർമേഷൻ ഇമെയിൽ വരും. ഓൺസ് നമ്മൾ FCDOയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിലിലോട്ട് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ വരും. യു ഹാവ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് യുവർ ഇമെയിൽ എന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഒരു ഇമെയിലും വരും, നൗ പ്രോസസ്സിങ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് വി വിൽ കോൺടാക്ട് യു അഗെയിൻ ഓൺ. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഖത്തറിൽ നിന്ന്, കാരണം ഒത്തിരി വീഡിയോസും കമൻസ് ഒക്കെ കണ്ട് എങ്ങനെയാണ് കുറേ പേർക്ക് അറിയത്തില്ല. അപ്പോൾ വിചാരിച്ചു അങ്ങനെ വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോസ് കാണാം. ബൈ, താങ്ക് യു സോ മച്ച്. ബൈ.